ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ കുറച്ച് ജോലികളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ജോലികളും വീട്ടിൽ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ഞാൻ നല്ല ഈ മീൻ ഉണങ്ങിയായിരുന്നു. അതിൽ 2 എണ്ണം തോരൻ വയ്ക്കാൻ 2 മീൻ എടുത്തിട്ടുണ്ട്. രണ്ട് മീൻ മതി. 2 മീൻ എടുത്തിട്ടുണ്ട്. തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. ഉപ്പൊന്നിറങ്ങി പോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ അധികം ദിവസം ആയില്ലല്ലോ ഉപ്പിട്ടിട്ട്, അതുകൊണ്ട് അധികം ഉപ്പ് കാണത്തില്ല. പിന്നെ നമ്മളിവിടെ കാട് തെളിക്കാനെ കൊണ്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. അയാൾക്ക് ആഹാരം കൊടുക്കണം. പിന്നെ അതിനു വേണ്ടി മീനെടുത്തേക്കുവാണ്. ഇന്ന് പച്ചമീൻ കിട്ടിയില്ല. പിന്നെ കിട്ടാഞ്ഞപ്പോൾ ഇതെടുത്ത്. ഇങ്ങനെ നിങ്ങൾ ഉണങ്ങി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം മീനില്ലാത്ത സമയത്ത് നമുക്കിത് അത്യാവശ്യ സമയത്തിന് എടുക്കാമല്ലോ. എല്ലാം ഇതൊന്ന് വെട്ടി കൊണ്ട് വരട്ടെ. കഞ്ഞി വെന്തൂറ്റിയിട്ടു. ആ ഉണക്കമീനായിട്ട് ഞാൻ അരിഞ്ഞിടുന്നത് പച്ചത്തക്കാളിയാണ് ഇടുന്നത്. പച്ചത്തക്കാളി ഇട്ടാണ് ഈ അയല തോരൻ വയ്ക്കുന്നത്. പച്ചത്തക്കാളിയും പച്ചമുളകും ചുമന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം, തേങ്ങയും മഞ്ഞപ്പൊടി, ഉപ്പിടത്തില്ല. ഉപ്പ് തിളച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് ഉപ്പിടത്തുള്ളൂ. ചെറുതായിട്ട് തക്കാളിക്ക് അരിഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് 3 തക്കാളിക്ക് അരിഞ്ഞിട്ട് അന്ന് കഴിഞ്ഞിട്ട് ഈ പുളി സ്വല്പമേ ഇടത്തുള്ളൂ ഞാൻ നോക്കിയിട്ട്. തക്കാളി പച്ചത്തക്കാളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചേ എടുത്തു. ഇത് തക്കാളിക്ക് അരിഞ്ഞത് ഇത്രയുണ്ട്. ഇത്രയും. ഇനി പച്ചമുളക് അരിഞ്ഞിടണം. നമ്മളിവിടെ ഒരു പണിക്കാരൻ പണിയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. ഇനിയും ചെറിയ കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു. ഇനി ആ വെള്ളം കൊണ്ട് ഞാൻ പോവുകയാണ്. ബാക്കി ഇനിയും വന്നിട്ട് അരിയാം. ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് പോയി വെള്ളം കൊടുത്തിട്ട് ബാക്കി പിന്നെ അരിയ. കഞ്ഞിവെള്ളം കൊണ്ട് പോവാണ്. വനമാ വേണ്ട, കഞ്ഞിവെള്ളം ഇവിടെ വെച്ചേക്കുന്നേ. ചൂടാന്നേ. ചെറുച്ചേട്ടാ ഇവിടെ കാണാൻ കാട്ടറമ്പി നോക്കണേ, മുട്ടയുണ്ടോന്ന്. കോഴി ഇവിടെ ഒരു കോഴി മുട്ട ഇടുന്ന എവിടാന്ന് അറിയത്തില്ല. കാട്ടിലെങ്ങാണ്ടാ മുട്ട ഇടുന്നത്. ആ എവിടാന്നറിയത്തില്ല, ഒരു പിടിയുമില്ല. ഞാൻ ഇന്നാല് ഇവിടെ എല്ലാം കയറി നോക്കിയായിരുന്നു. പൂനം ഭയങ്കര ശല്യമാ.
മണ്ണ്. അയ്യോ ശേ, ഈ കൂന് ഭയങ്കര ശല്യമല്ലേ, എന്ത് ചെയ്യുന്നതെന്ന് പറ. അപ്പുറത്തെ അയ്യത്തും ഉണ്ട് കൂനം കുത്തിയ മണ്ണ്. നല്ല പഞ്ചസാര ഈ മണ്ണ് പോലല്ലേ. സൂപ്പർ മണ്ണ് നമുക്ക് കൂടെ ഇരിപ്പുണ്ട്. അമ്മയോട് ചോദിച്ചിട്ട് അങ്ങ് നിറച്ചാല്. ഇത് കണ്ടോ, പനയെല്ലാം വെട്ടിക്കളയണ. പന ഒരുപാട് പനയാ അയ്യത്ത്. കൊല്ലേ മുളക് നിപ്പുണ്ട്, കാന്താരിയെ പറിച്ചെടുക്കണമല്ലോ. പറിക്കാൻ നേരമില്ല. പക്ഷെ അത് കൈയിടുന്ന സൂക്ഷിച്ച് വേണം. വല്ല പാമ്പോ വല്ലതും കയറി ഇരിപ്പുണ്ടോന്ന് ആർക്കറിയാം. മമ്മട്ടി കണ്ടോ, എല്ലാം കോരി ഇട്ടാ മതി. മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇഞ്ചി നടാം അല്ലേ? മണ്ണ് നിറച്ചിട്ട് ഇഞ്ചി നടാം. ഒരു തെങ്ങൻ തൈ കുഴിച്ച് വെച്ചിട്ട് മഞ്ഞളും നട്ടു. അതെന്താ സുരച്ചേട്ടാ മഞ്ഞൾ നടുന്നത്? മഞ്ഞൾ നടണമെന്നാണോ? അതതിൻ്റെ ഐതിഹ്യമോ? മണലിട്ടാണോ? നമ്മൾ മണലിട്ടിട്ടില്ലല്ലോ. ഇട്ടോ? റോഡിൽ നിന്ന് പറിക്കണ്ടോ? അങ്ങനെ അങ്ങോട്ടൊക്കെ പറിക്കാവുന്നോ? ഒത്തിരി കാടുണ്ട്. അയ്യോ ഒത്തിരി കാടുണ്ടല്ലോ. കാട് പറിച്ച് കൂട്ടിയേക്കുന്നത് ഇഷ്ടം പോലെ കാടാ. വാനിലയെല്ലാം വെട്ടിക്കളഞ്ഞല്ലോ. അത് ബാബുച്ചേട്ടനാ വെട്ടിക്കളഞ്ഞ്. അതെന്താണെന്നറിയാമോ, നമ്മുടെ പുകപ്പരയുടെ മണ്ടയ്ക്കോട്ട് നിൽക്കുകയായിരുന്നു. അത് ആ ഇലയെല്ലാം വീണ് അട്ടർ തല്ലി കിടക്കുന്ന ഉടനെ ഉണ്ടല്ലോ, പുകയ്ക്കുന്ന ഉടനെ ഷീറ്റ് പുകയുന്നില്ലായിരുന്നു. ഇപ്പം ആ പുക പിടിക്കുന്നുണ്ട് ഇപ്പോഴേ. അതിനകത്ത് കുറച്ച് ഉണങ്ങിയ ഷീറ്റുണ്ട്, അത് പറക്കി വെളിയിലോട്ട് ഇട്ടിട്ട് ആ പച്ചി അങ്ങോട്ട് ഇട്ട് പുകയ്ക്കാമെന്ന് വെച്ചാൽ. ഒരു ഓമ കാണിച്ചു വെച്ചേക്കുന്ന വേല കണ്ടോ സുരച്ചേട്ടാ? ആ അത് മുറിച്ച് കളയണം. പെരയുടെ മണ്ടയ്ക്ക് സുരേണ്ണ പിണങ്ങിപ്പോയോ? ആ എന്നാ പിന്നെന്തോ പിണക്കം? ഭാര്യയെ വിളിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ പിണക്കം? എന്തോ കിട്ടി? ഫാനോ? എവിടുന്ന്? ഓണത്തിന് ടി വി മേടിക്കാന്ന് പറഞ്ഞിട്ട് എന്നാ മേടിക്കാഞ്ഞേ? അതെന്തിനാ പിണങ്ങിയത്? അതെന്താ മേടിക്കാഞ്ഞേ? അത് വിളിച്ചാടി അവിടെ കോപ്പെല്ലാം മേടിച്ചിട്ട് എന്നെ വണ്ടിക്കോട്ടെ. ഞാനും കള്ളു കുടിച്ചു. കള്ളു കുടിച്ചോ? അതാ അവർ ചെയ്ത് വഴക്ക് പറയുന്നത്.
അവൾ തന്നെ ആയിട്ട് ചില മേടിച്ചോളാൻ പറയും. ആ ഓമന ചേച്ചി തന്നെയാ ഈ സുരച്ചേട്ടനെ നശിപ്പിക്കുന്നത്. പിന്നെ കള്ള് കുടിക്കാനെ കൊണ്ട് 1000 രൂപ ഭർത്താവിന് കൊടുത്തു. ഭർത്താവിനോട് പറഞ്ഞ് മേടിച്ചു കുടിച്ചോളാന്. എന്നിട്ട് വൈകിട്ട് വന്ന് മേടിച്ചോണ്ട് വന്ന് രണ്ടുപേരും കുടിക്കുമോ സുരേഷ് ചേട്ടാ? ഇല്ലേ? എന്നിട്ട് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുക. വഴക്കുണ്ടാക്കി വീട് തീർന്നോ? വീട് വലിക്കാനേ നേരമുള്ളൂ, പണി ചെയ്യാൻ നേരമില്ല. ആ അതെ, പണി ചെയ്യേ. ഇപ്പൊ എത്ര നേരമായിട്ട് ഇരിക്കുക. ഇപ്പൊ ഞാനിവിടെ വന്ന് പിന്നെ 2 പ്രാവശ്യത്തെ കത്തിച്ചില്ല. വൈകിട്ട് ശമ്പളം തരണ്ടിയതാ. ആ അടുത്ത വീട് വലിക്കാൻ തുടങ്ങി. അമ്മ എപ്പുറത്തെങ്ങോട്ട് ഇരിപ്പുണ്ട്. ഞാൻ ആ പിന്നെ ഈ ഷീറ്റ് പുകപ്പരക്കകത്തോട്ട് പറക്കി ഇടണം. മഴ പെയ്യുവാണെങ്കിൽ ആ ഷീറ്റ് പറക്കി 2-3 ഷീറ്റ് കൂടെ ഉണ്ട്. ഞാൻ താഴോട്ട് പോവാ. കഞ്ഞി അടുപ്പേ കിടക്കുന്നതേ ഉള്ളൂ. ഉണങ്ങിയ ഷീറ്റ് പറക്കണം. അതിൻ്റെ അകത്തുനിന്ന് നീ പറക്കി എടുക്കണം. പറക്കി എടുത്തിട്ടിടണം. ഇത് ഇട്ട് എല്ലാം കൂടി ഇട്ടാണ് കുഴക്കാൻ പോവാം. കോഴിക്കോട്ട് പുറത്ത് 3-4 ലീവ് ഞാൻ ഇവിടുന്ന് കൂടുതലുള്ള അങ്ങോട്ട് വെച്ചായിരുന്നു. എല്ലാം കൂടി ഇട്ടങ്ങ് പുകയ്ക്കാം. വെട്ടുമ്പോഴത്തേക്ക് മതിയല്ലോ ഈ ഗോപരയൊക്കെ. ഞാൻ അയാൾക്ക് വെള്ളം കൊടുത്ത ശേഷം വന്ന് പുകപ്പര വന്ന് ഷീറ്റെല്ലാം പറക്കിയിട്ടു. ഇനിയും പിന്നെ വീട്ടിൽ കുറച്ച് ജോലികളുണ്ട്. അത് ചെയ്തതിന് ശേഷം വന്ന് ഇതിന് തീ കത്തിച്ച് പുകയിടണം. ഇപ്പോൾ ഇത് ഇടയ്ക്കുകയാണ്. അയാൾക്ക് വെള്ളം കൊടുത്തു. ഷീറ്റെല്ലാം പറക്കി പുകപ്പരയിലിട്ടു. തീ കത്തിച്ചില്ല. ഇനിയും പിന്നെ അയാൾക്ക് ആഹാരമെല്ലാം കൊടുത്തിട്ട് തീ കത്തിക്കണം. കറണ്ടില്ല ഈ തൈരൊന്ന് ഉടച്ചെടുക്കാൻ. ഞാൻ തവി കൊണ്ട് ഉടയ്ക്കുകയാണ്. പണ്ട് കാലത്ത് മത്ത് കൊണ്ടാണ് ഉടയ്ക്കുന്നത്. മത്തെന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല എന്താണെന്ന്. ഇവിടെ ഒരു മത്തിരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. ഞാൻ ഉടച്ചെടുത്ത്, തവി കൊണ്ട് ഉടച്ചെടുത്ത്. കുറച്ച് തൈരേ ഉള്ളൂ. ഉടച്ചെടുത്തു. മോരുകറി വെച്ചു. ഇനിയും ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് മത്ത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കാണിക്കാമെന്ന് മത്ത്. പണ്ട് കാലത്ത് തൈര് കടയുന്ന ഇതാണ് ഈ സാധനം. ഇതിൻ്റെ പേരാണ് മത്ത്. ഇന്നത്തെ കാലത്തെ മത്ത് കടയിൽ കിട്ടും. അത് ഇത്ര സൈസ് അല്ല കിട്ടുന്നത്. ഇത് തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. പണ്ട് കാലത്ത് ആശാരിമാര് തടിയിൽ തീർത്ത മത്ത് പണിത് വെച്ചിരുന്നു. അങ്ങനെ ഒരു മത്ത് മേടിച്ചതാണ് ഇത്. പണ്ട് പശുക്കറവയൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ അമ്മ ഇത് വെച്ചാണ് തൈര് കടഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തൈര് കടയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തൈര് കലത്തിൽ ഒഴിച്ച ശേഷം, അന്ന് മൺകലത്തിലാണ് തൈര് ഒഴിക്കുന്നത്. ഒഴിച്ച ശേഷം ഇതുകൊണ്ട് കറക്കുകയാണ്. ആ തൈരിൽ ഇത്തിങ്ങൊരു ഏറെ നേരം കറക്കുമ്പോഴേ വെണ്ണ തെളിഞ്ഞ് വരും. ആ വെണ്ണ ഉരുക്കിയെടുത്താണ് നെയ്യെടുക്കുന്നത്. കുറച്ചേറെ കഷ്ടപ്പെട്ടെങ്കിലേ വെണ്ണ തെളിയത്തുള്ളായിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് മത്ത്. ഇന്നത്തെ കൊച്ചുകുട്ടികൾക്ക്, ഇന്നത്തെ ചെറിയ തലമുറയ്ക്ക് ഇതെന്താണെന്ന് അറിയില്ല. അവർക്ക് മനസ്സിലാകാനാണ് ഞാനീ പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് മത്ത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം ചെയ്യണേ. ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.